ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ ഫൈനലി ആ ഒരു സിനിമ ഒന്ന് കാണാൻ പറ്റി. എൻ്റെ മോനെ, ഇതാണ് നമ്മളുടെ മാർവൽ, ഇതാണ് നമുക്ക് വേണ്ട മാർവൽ, ഇതാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന മാർവൽ. ഒരു എൻഡ് ഗെയിം ലെവൽ എക്സ്പീരിയൻസ്, അതാണല്ലോ എല്ലാവരും റെഫർ ചെയ്യുന്നത്. ആ ഒരു സാധനം ഈ ഒരു സിനിമയിൽ കിട്ടുന്നുണ്ട്. ഇനി അതിൽ കുറഞ്ഞു പോയി ആരും പറയരുത്. ഫേസ് 6 ഒരു കംബാക്കാണ്. മാർവൽ ആ ഒരു ട്രാക്കിലേക്ക് വന്നു. ഇത് മൈൻഡ് ബ്ലോയിങ് സിനിമ എന്നൊക്കെ നമ്മൾ പറയില്ലേ, നമ്മൾ മാർവലിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്തത് എന്താണോ അതിനപ്പുറം കിട്ടുന്നൊരു എക്സ്പീരിയൻസ്. അതാണ് ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ. ഒരു ഡെക്കേഡിൽ കൂടുതൽ വെയിറ്റ് ചെയ്തതാണ് ഈ ഒരു ടീമപ്പിന് വേണ്ടിയിട്ട്. ആ ഒരു ഫൈനലി ആ ഒരു ടീമപ്പ് വന്നപ്പം ഇത്രയും ഒരു കിടിലൻ സിനിമയായിരിക്കും ഒട്ടും പ്രതീക്ഷയില്ല. എവിടേക്കോ ഒരു റിസ്ക് എലമെൻ്റ് ഉണ്ടായിരുന്നു. എന്നാൽ ഇത് പാളിപ്പോയി കഴിഞ്ഞാൽ മാർവലിൻ്റെ അവസ്ഥ എന്താകുമെന്ന് പലരും പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിനകത്തെ ക്യാമിയോസ് മാത്രം മതി ഈ ഒരു സിനിമയെ ബൂസ്റ്റ് ചെയ്യാനായിട്ട്. സ്പോയിലറാണ്, ഞാൻ പറയില്ല. പക്ഷേ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പല ക്യാമിയോകളും ഇതിനകത്തുണ്ട് എന്നുള്ളതാണ്. ക്യാമിയോകൾ മാത്രം കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. ഒരു ക്യാമിയോ ഞാൻ ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. മാർവലിൽ ഈ ഒരാളെ ഞാൻ ഇതിനകത്ത് കാണും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. പക്ഷെ അതും ഫൈനലി സംഭവിച്ചു. മൈൻഡ് ബ്ലോയിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബോയ്സിനകത്ത് എന്താണ് കണ്ടത്? ഹീറോ ഗാസമാണ് കണ്ടത്. ഇവിടെ ഡെഡ്പൂൾ ഗാസമാണ് കാണുന്നത്. പക്കാ സാധനം. ഇതിനകത്ത് ലേഡി ഡെഡ്പൂൾ ആരാണെന്ന് അറിയാനായിട്ട് എല്ലാവർക്കും ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു. ജി ഹഡിഡാണോ അല്ലെങ്കിൽ ബ്ലേക്ക് ലിവ്ലി ആണോ എന്നൊക്കെ ഉള്ളത്. പക്ഷേ അതാരാണെന്ന് നിങ്ങൾ സർപ്രൈസായിട്ട് കണ്ടാൽ മതി. എന്തായാലും ഇതിനകത്ത് ഒരു ബഞ്ച് ഓഫ് അല്ലെങ്കിൽ ഒരു ബസ് നിറച്ച് ഡെഡ്പൂളിനെ കാണിക്കുന്നുണ്ടെന്നുള്ളതാണ്. പല ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഡെഡ്പൂള്. പിന്നെ മേരി പോപ്പിൻസ്, ആ മറ്റേ പട്ടി ഡോഗ് പൂള്, വൂൾവറിൻ എടുത്ത് പറയേണ്ടതാണല്ലോ. ഇതിനകത്ത് പ്രത്യേകിച്ച് നമ്മൾ ഒരു വലിയ താങ്ക്സ് പറയേണ്ട ആർക്കാണ് അറിയാം, ഷോൺ ലെവി എന്ന് പറയുന്ന ഡയറക്ടറിനാണ്. പുള്ളി ഈ ഒരു സിനിമയെ ഇങ്ങനെ ഔട്ട്പുട്ട് കൊണ്ടുവരാനായിട്ട് ഇത് മൈൻഡ് ബ്ലോയിങ് എന്ന് പറഞ്ഞാലും പോരാ, അതിന് അപ്പുറമാണ്. ഇതിനകത്ത് ഏറ്റവും വലിയ സ്ക്രിപ്റ്റിൽ റയൻ റെയ്നോൾഡ്സും പാർട്ടായിട്ടുണ്ട്. പുള്ളിയും സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇതിനകത്ത് ആ ഒരു ഫോർത്ത് വാൾ ബ്രേക്കൊക്കെ എനിക്കൊന്ന് പുള്ളിയായിരിക്കും. സാധാരണ 1-2 അല്ലെങ്കിൽ കുറച്ച് ഫോർത്ത് വാൾ ബ്രേക്ക് ആയിരുന്നുണ്ടെങ്കിൽ ഇവിടെ അതേ ഉള്ളൂ. ഒരു സീൻ കഴിഞ്ഞ് അടുത്ത സീനിൽ ഫോർത്ത് വാൾ ബ്രേക്ക്. അതിൽ കിടിലൻ കുറേ സീനുകളുണ്ട്. പ്രത്യേകിച്ച് ഡെഡ്പൂൾ നമ്മളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന സാധനങ്ങൾ റിയൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് കുറേ സാധനങ്ങൾ പറയുന്നുണ്ട്. ഇതിനകത്ത് എടുത്തു പറയേണ്ടത് ബാക്ക്ഗ്രൗണ്ട് സ്കോറും മ്യൂസിക്കും. ടേലർ സ്വിഫ്റ്റ്, മഡോണ, സെലീന ഗോമസ്, പിന്നെ മറ്റേ ഗ്രേറ്റസ്റ്റ് ഷോമാനകത്തത്, അങ്ങനെ കുറേ അധികം മ്യൂസിക്കുകൾ. ഈ ഒരു സിനിമയിൽ പാട്ടില്ലായിരുന്നെങ്കിൽ, മ്യൂസിക് ഇല്ലായിരുന്നുണ്ടെങ്കിൽ സിനിമയിൽ നമുക്ക് ബോറിംഗ് ആയിട്ട് തോന്നിയാണ്. ഇതിൻ്റെ വെരി ഫസ്റ്റ് സീൻ തൊട്ട് ലാസ്റ്റ് സീൻ വരെ പെർഫെക്ഷനാണ്. പെർഫെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്റ്റ്, വെൽ കുക്ക്ഡ് സാധനം. ഷോൺ ലെവി പുള്ളി പാചകം ചെയ്ത് തന്നിരിക്കുകയാണ് ഈ ഒരു സിനിമ. വെൽ കുക്ക്ഡ് മൂവി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഈ മാർവലിനെയാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. ഒരുപാട് പ്രൊമോഷൻസൊക്കെ ഉള്ള സമയത്ത് ഞാൻ വിചാരിച്ചു ഓക്കെ, ഇത് പ്രൊമോഷൻ കാരണം ഈ സിനിമ പാടി പോകുമോ എന്നെനിക്ക് പേടിയുണ്ടായിരുന്നു. പക്ഷേ പ്രൊമോഷനൊക്കെ വർത്താണ്. അവർ തന്നെ കുറേ ഫോൾസായിട്ടുള്ള ലീക്ക് വീഡിയോകളിട്ട് ഒറിജിനൽ ലീക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് അങ്ങനെ ക്യാമിയോസൊക്കെ ഇന്നത്തെ ക്യാമിയോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇന്നോ നാളെ പോയി കാണാം. ഇൻസ്റ്റാഗ്രാമിൽ എന്തായാലും ഇത് വരും. ഇന്നത്തെ ക്യാമിയോസ് ആരൊക്കെയാണത് അതറിയാതെ ഇൻസ്റ്റാഗ്രാം പോലും തുറക്കാതെ പോയി കാണാം. വർത്താണ് ആ ക്യാമിയോ നിങ്ങൾ ഫസ്റ്റിൽ കാണുമ്പോഴുള്ളത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നേരത്തെ ഒരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏതൊക്കെ സിനിമകളും സീരീസും കണ്ടിട്ട് വേണം ഇത് കാണാൻ പോകാനായിട്ട്. അതായത് എക്സ്മെൻ്റെ 10 സിനിമകൾ, മാർവലിൻ്റെ 33 സിനിമകൾ, ലോക്കി സീരീസ്. പക്ഷേ അതല്ല, മാർവൽ കോമിക്സ് എന്ന് എഴുതി വെച്ചിരിക്കുന്ന എന്തൊക്കെയുണ്ടോ അതല്ല. അതിനിപ്പോൾ അനിമേറ്റഡ് ആയിക്കോട്ടെ, ലൈവ് ആക്ഷൻ ആയിക്കോട്ടെ, സീരീസ് ആയിക്കോട്ടെ, സിനിമ ആയിക്കോട്ടെ, അതിപ്പം ഡിസ്നി പ്രൊഡ്യൂസ് ചെയ്തായിക്കോട്ടെ, ഫോക്സ് പ്രൊഡ്യൂസ് ചെയ്യിക്കോട്ടെ, പാരമൗണ്ട് പ്രൊഡ്യൂസ് ചെയ്തായിക്കോട്ടെ, ആര് പ്രൊഡ്യൂസ് ചെയ്യിക്കോട്ടെ, മാർവൽ കോമിക്സ് എന്നുണ്ടോ അത് പോയി കണ്ടിട്ട് പോകുന്നതായിരിക്കും നല്ലത്. ചില ക്യാരക്ടേഴ്സ് നിങ്ങൾക്ക് ഇതിനകത്ത് ഇത് ആരൊക്കെ പറഞ്ഞിട്ടുണ്ടോ സിനിമയെ പറ്റിയിട്ട് അവരാരും പറയാത്ത ക്യാരക്ടേഴ്സിനെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത, ഇത് സിനിമയിൽ ഞാൻ ഒട്ടും കാണുമെന്ന് പ്രതീക്ഷിക്കാത്ത ക്യാരക്ടേഴ്സിനെ അത് കണ്ടിട്ടുണ്ട് ഞാൻ. അത് ആ ഒരു സിനിമ ഇനി വരും എന്ന് നമ്മളുടെ അടുത്ത് ഓൾറെഡി അവർ പറഞ്ഞൊരു ക്യാരക്ടർ കൂടിയാണത്. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ പോയി കാണുക. ഇത് തിയേറ്റർ എക്സ്പീരിയൻസ് ആണിത്. ഇത് തിയേറ്ററിൽ പോയി കണ്ടില്ലെങ്കിൽ പിന്നെ എന്താണ് ഇതിനകത്തെ ആ ഒരു 2 മണിക്കൂർ വേറെ ലെവൽ. ഒരൊറ്റ പോസ്റ്റ് ക്രെഡിറ്റ് സീനേ ഉള്ളൂ, അതൊരു കിടിലൻ ക്രെഡിറ്റ് സീനാണ്. ലോക്കി കഴിഞ്ഞിട്ടാണ്, ലോക്കിയുടെ ആ ഒരു ടൈം ലൈൻ കഴിഞ്ഞിട്ടാണ് ഈ ഒരു സിനിമ തുടങ്ങുന്നത്. അപ്പം അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ നമ്മൾ പറഞ്ഞ കുറേ ക്യാരക്ടേഴ്സിനൊന്നും കാണിച്ചിട്ടില്ല, പക്ഷെ നമുക്ക് സർപ്രൈസിംഗ് ആയിട്ട് കുറേ ക്യാരക്ടേഴ്സിനെ കാണിച്ചിട്ടുണ്ട്. എടുത്തു പറയേണ്ടത് ഡെഡ്പൂള്, വൂൾവറിൻ, X-23, കസാൻഡ്ര നോവ, ജഗർനട്ടിനെ കാണിച്ചിട്ടുണ്ട്.
നമ്മൾ ട്രെയിലറിൽ കാണിച്ച ആ ഒരു റൂമർ കേട്ടിട്ടുള്ള സാധനങ്ങളെല്ലാം കാണിച്ചിട്ടുണ്ട്. പക്ഷേ അത്ര വലിയ സംഭവമാണോ അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത ഒരു കഥയൊന്നും അല്ല ഇതിനകത്ത് കാണിക്കുന്നത്, വേറൊരു രീതിയിലൊരു കഥയൊക്കെയാണ്. പക്ഷേ ഇത് വർത്ത് പറഞ്ഞാൽ മാർവൽ പ്രൈം ഈസ് ബാക്ക്, അതാണ് കറക്റ്റ് ആ ഒരു സാധനം. ഞാൻ പറഞ്ഞ പോലെ ഇത് ഡെഡ്പൂൾ ഗാസമാണ്, പക്കാ ഡെഡ്പൂൾ ഗാസം. ഒന്നല്ല ഒരു 100 വർഷം വേണമെങ്കിലും ഇതേപോലെ ഒരു സിനിമയ്ക്ക് വെയിറ്റ് ചെയ്യാം, ഇതേപോലെ ടീം പേര് വെയിറ്റ് ചെയ്യാം. ഇനി ചെയ്യേണ്ടത് ആ റൂസോ അണ്ണന്മാരെ കൊണ്ടുവരിക, റൂസോ ബ്രദേഴ്സിനെ കൊണ്ടുവരിക, സീക്രട്ട് വാർ ചെയ്യിപ്പിക്കുക. മാർവൽ പഴയ മാർവലാവും. ഈ ആവശ്യമില്ലാത്ത കുറേ ഊച്ചാളി ഡയറക്ടർമാരുണ്ടല്ലോ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാതിരിക്കുക. മറ്റേ മാർവൽസൊക്കെ എന്തിന് ചെയ്തു വെച്ചു, ഇതേപോലെ 1-2 സിനിമ ചെയ്താൽ പോരെ. ഇനി അത് മാർവൽ ജീസസ് ഈസ് ബാക്ക്, മാർവൽ ജീസസ് ഇനി വന്നു, ഇനി പേടിക്കേണ്ട. ഇനിയിപ്പം വൂൾവറിന്, ഡെഡ്പൂള്, കുറേ ക്യാരക്ടേഴ്സ് ഇനി വരാനുണ്ട്, ഇനി ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇന്നലെ ഫാൻറ്റാസ്റ്റിക് ഫോർ ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഫാൻറ്റാസ്റ്റിക് ഫോറും കൂടെ കണ്ടുപോകുന്നത് നല്ലതായിരിക്കും, പഴയത് ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഇത്രയുമാണ് ഈ ഒരു സിനിമ. ഇത് ഞാൻ എന്ത് പറഞ്ഞ് വേർഡ് കൊണ്ട് ഇതിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല ഈ ഒരു സിനിമ. ഇതിൻ്റെ ഇമോഷൻസ് വേറെ ലെവലാണ്. പ്രത്യേകിച്ച് നിങ്ങളൊരു മാർവൽ ഫാൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു മൈൻഡ് എക്സ്പ്ലോഷൻ സാധനം കിട്ടും എന്നാണ് ഞാൻ പറയുന്നത്. വേറെ ലെവൽ സിനിമ, എന്തായാലും തിയേറ്ററിൽ തന്നെ പോയി കാണാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കിടിലൻ എക്സ്പീരിയൻസ് ആയിരിക്കും കിട്ടുന്നത്. അപ്പം ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ.